നമസ്കാരം. കറിവേപ്പില പോലെ എടുത്തു കളയുക എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടാകും. സാധാരണ ചില വീടുകളിലൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആ വീട്ടുകാരൊരു ബാധ്യത പോലെയാണ് കണക്കാക്കുന്നത്. അവരെ എങ്ങനെയും കല്യാണം കഴിപ്പിച്ചു വിടുക, അല്ലെ അവർക്ക് വേണ്ട രീതിയിലൊന്നും ഒരു സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാതിരിക്കുക, ഒരു ബാധ്യത പോലെ ഒരു കറിവേപ്പില പോലെ എടുത്തു കളയുക എന്ന് പറയും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർ ചിലരുടെ ജീവിതത്തിൽ നിന്ന് ഒരു ബാധ്യത പോലെ ഇറക്കി അങ്ങ് വിടും. അതായത് ഈ പെൺകുട്ടികളിൽ ചില പാരൻസ് ഉണ്ട്. കുട്ടികളൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഒരു 20 വയസ്സോ 23 വയസ്സോ ഒക്കെ ആകുമ്പോൾ തന്നെ വിവാഹം ആലോചിക്കാൻ തുടങ്ങും കുഞ്ഞുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് ജീവിതത്തിനെക്കുറിച്ച് വലിയ കാര്യങ്ങളും അറിവോ ഒന്നുമില്ല. പാരൻസിന് വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ, പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അവരുടെ കാര്യം നോക്കിക്കോളും, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് അവരുടെ കാര്യം നോക്കിക്കോളും, ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ള ഒരു മെൻറ്റാലിറ്റി. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. ലോകം വികസിച്ചു, നമ്മൾ കുറേ ന്യൂസുകൾ കണ്ടു തുടങ്ങി, കുറേ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി. സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി കുറേ കാര്യങ്ങൾ, മുമ്പ് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ നമുക്ക് ജീവിതങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാം. ഇപ്പോൾ നമ്മൾ കുറേ കണ്ട് അല്ലെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയുള്ള കാലമായി. മുൻപ് അതിനുള്ള സോഴ്സ് നമുക്കില്ല. നമ്മുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിന് മുൻപ് നിങ്ങൾ വീട്ടിലെ ജോലി ചെയ്യാനോ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവരെ എങ്ങനെ ഡീല് ചെയ്യണം. നമ്മുടെ ചില പാരൻസ് ഉണ്ട് കേട്ടോ, അവരൊക്കെ പറയുന്നത് നല്ല അടക്കവും ഒതുക്കവും വേണം. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് നീ ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ്, ഹസ്ബൻഡിന് ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ്, അവിടെ ചെന്ന് അടുക്കള ജോലിയെന്ന് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അമ്മമാർ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ക്ലാസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറയുന്നത് ഇക്വാളിറ്റി അല്ലേ, നമ്മുടെ പുരുഷനും സ്ത്രീക്കും അല്ലെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഒക്കെ തുല്യതയാണ്. പിന്നെ ഇപ്പോഴൊക്കെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നുള്ളൂ. അതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നത് വളരെ ചുരുക്കമാണ്. സ്ത്രീക്കും പുരുഷനും തുല്യതയൊന്നും വീടുകളിലൊന്നും മിക്ക പെൺകുട്ടികളും കിട്ടാറൊന്നുമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് നുണയാകാനേ ചാൻസ് ഉള്ളൂ. എന്നാൽ ഭർത്താവിനും ഭാര്യയ്ക്കൊക്കെ തുല്യത എന്നുള്ളതൊക്കെ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. എന്ത് തുല്യതയാണുള്ളത്? വീടുകളിൽ ഭർത്താവ് ജോലിക്ക് പോവുക, വരിക, വന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും വീട്ടു ജോലി ചെയ്യുന്നുണ്ടോ? അവർ നേരെ വന്ന് റെസ്റ്റ് ചെയ്യുക, TV കാണുക, മൊബൈൽ നോക്കുക, കിടക്കുക. നേരെ മറിച്ച് ഒരു സ്ത്രീ ആണെങ്കിലോ, രാവിലെ എഴുന്നേൽക്കുക, കുട്ടികൾക്കുള്ളയും തൻ്റെയും ഹസ്ബൻഡിനൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കുക, ജോലിക്ക് പോവുക, ജോലിക്ക് പോകാത്ത സ്ത്രീകളാണെങ്കിൽ വീട്ടിലുള്ള സകല ജോലിയും ചെയ്യുക അല്ലേ. ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് സഹിക്കാൻ തയ്യാറല്ല, ഭർത്താവ് സഹിക്കാൻ തയ്യാറല്ല. എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു കറിയിൽ ഉപ്പോ എന്തെങ്കിലും പുളിയോ എന്തൊക്കെയൊക്കെ കൂടിയോ കുറഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മാക്സിമം അവർ നമുക്ക് വഴക്ക് തരും, ഭാര്യമാർക്ക്. അവരതൊന്നും സഹിക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ളവരൊക്കെയാണ് ഇവിടെ ഇക്വാളിറ്റിയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലൊന്നും അല്ല. അത് മുൻപും ഇപ്പോഴും ഒന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ TV-യിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ പ്രസംഗിക്കാൻ കൊള്ളാം ഇക്വാളിറ്റി വന്നിട്ടുണ്ട് എന്നൊക്കെ. അതൊന്നും ഇപ്പോഴും നടക്കാത്ത കാര്യമാണ്. അങ്ങനെയൊക്കെ കൂടുതൽ അതിനുവേണ്ടി, ഇക്വാളിറ്റിക്ക് വേണ്ടി കുടുംബത്തിനകത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ അത് മിക്കവാറും ഡൈവേഴ്സിലായിരിക്കും കലാശിക്കുന്നത്. അപ്പോൾ അതൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യം വേണ്ടത്, അവർക്ക് ഈ അടുക്കള ജോലി പഠിപ്പിക്കുക അങ്ങനെ ഒന്നുമല്ല, അവർക്ക് ഏതു കാര്യവും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ അവർക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യവും നേടിയെടുക്കാനുള്ള ഒരു ചെറിയ ജോലിയാണെങ്കിലും ഒരു ജോലി കൂടിയേ തീരും. ഒരു ജോലിയാണ് നമ്മളെ പെൺകുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മബലം, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്നത്. ആരില്ലെങ്കിലും നമുക്ക് നമ്മുടെ കാര്യം നേടാം എന്നുള്ള ഒരു ബലം നമുക്ക് പെൺകുട്ടികൾക്ക് എപ്പോഴും വേണം. ഇത് നമ്മുടെ പാരൻസ് തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് മുന്നേ നേടിക്കൊടുക്കണം. രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. പാരൻസ് അവർക്ക് ഏത് കാര്യവും ഓവർകം ചെയ്യാനുള്ളൊരു മനക്കരുത്ത് തങ്ങളുടെ പാരൻസ് ഉണ്ടാക്കി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായി നിൽക്കാനുള്ള ഒരു ജോലി. അത് വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമുക്കൊരു ജോലി കൂടിയേ തീരും. ഈ ജോലി നമുക്ക് വേണം. ജോലി എന്നുള്ളത് നമുക്ക് എന്തു കാര്യവും നേടാനുള്ള ഒരു മനക്കരുത്ത് കൂടിയാണ്. പിന്നെ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, നമ്മുടെ പെൺകുട്ടികൾക്ക് ഏത് അവസ്ഥയിലാണെങ്കിലും, അവർക്ക് നല്ല കാര്യത്തിനോടാണെങ്കിലും അവർക്കൊരു മോശം അവസ്ഥ ഉണ്ടാകുന്ന ആ സമയത്താണെങ്കിലും നമ്മുടെ പാരൻസ് നമ്മുടെ ആ കുഞ്ഞുങ്ങളോട് നിൽക്കണം അല്ലേ. നമ്മുടെ വിസ്മയുടെ കേസൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. ആ പാരൻസിനോട് ആ കുട്ടി ആവശ്യപ്പെടുന്നുണ്ട് മരിക്കുന്നതിന് മുൻപ് അല്ലെ, അവിടുത്തെ സാഹചര്യം, ഭർത്താവിൻ്റെ വീട്ടിലെ സാഹചര്യം. അപ്പോൾ ആ കുട്ടിയുടെ പാരൻസ് പറയുന്നുണ്ട്, അവരുടെ അപമാനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടോ ആ പാരൻസ് പറയുന്നതായി നമ്മളൊരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക് എന്ന് അങ്ങനെ പറയരുത്. പാരൻസ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ വേണം. ആ കുട്ടിക്ക് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെ അല്ലെ പെൺകുട്ടികളെ നമ്മൾ അത്രയും സ്നേഹത്തോടെയും കരുതലോടും കൂടി നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തമായി നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ആ കുഞ്ഞുങ്ങളെ വീണ്ടും ഒരു നരാധമൻ ഇട്ട് കൊടുക്കാതെ നരകിപ്പിക്കാതെ ആ കുഞ്ഞിനെ നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുവരിക.
അവിടെ ഒരു അപമാനവും നേരിടേണ്ട കാര്യമില്ല. എന്ത് അപമാനമാണ് നേരിടേണ്ടത്? ആ കുഞ്ഞ് അവിടെ നിന്നും അവൾക്ക് ഒരു മാനസിക സപ്പോർട്ട് പാരൻസ് കൊടുക്കുകയാണെങ്കിൽ അവൾ ഒരു ജോലി നേടി, അല്ലേ? അവളെ മറ്റൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടത്തിവിടാം. ആ കുഞ്ഞ്, ആ വിസ്മയ എന്നുള്ള കുട്ടി അവിടെ മരണപ്പെട്ടു. ഇനി ആ അച്ഛന് ഇത് എത്ര ലോകം അറിഞ്ഞു, അല്ലേ? ഇതെന്ത് അപമാനമാണ് ഇതിലുള്ളത്? നമ്മുടെ കുട്ടിയെക്കാളും വലുതല്ല, നമ്മുടെ കുട്ടിയുടെ ജീവനേക്കാളും വലുതല്ല ഈ ഒരു അപമാനവും ഒന്നും. എപ്പോഴും അവളോടൊപ്പം നിൽക്കുക. അത് നമ്മുടെ പാരൻസ് ആയാലും നമ്മുടെ സമൂഹമായാലും അത് തന്നെ. വീണ്ടും വീണ്ടും ചോദിച്ച് വീണ്ടും വീണ്ടും ഓരോ വാക്കുകളും കേട്ട് ആ പാരൻസിനെയും ആ കുട്ടിയെയും തളർത്താതിരിക്കുക. നമ്മുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും ഒരു ബലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ ഭർത്തൃ വീട്ടിൽ എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് കയറി ചെല്ലാൻ ഒരിടം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളെ സ്വീകരിക്കാൻ അവിടെ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഓപ്ഷനും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ പെൺകുട്ടികൾ ഭർത്തൃ വീട്ടിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമ്മുടെ പാരൻസ് വിചാരിച്ചാൽ സാധിക്കും. ആ പാരൻസാണ് ആ കുട്ടിക്ക് മനക്കരുത്ത് കൊടുക്കേണ്ടത്. താങ്ക് യു.